നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ആർ ലാംഗ്വേജിൽ ചെയ്യാം. നമുക്ക് നോർമൽ ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ നമുക്കറിയാമല്ലോ, നമ്മൾ ആർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണെന്നല്ലേ, ബിഗ് ഡാറ്റയിൽ അനലൈസ് ചെയ്യാൻ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ ഉണ്ടാകുന്ന കുറച്ച് ഫങ്ഷൻസാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട റിഗ്രഷനൊക്കെ. ഓക്കെ, അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട് ആർ ലാംഗ്വേജിൽ കുറച്ച് ഫങ്ഷൻസ് നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. So, in a random collection of data from independent sources, it is generally observed that distribution of data is normal. Okay, normally ഒരു distribution of data നമുക്ക് എപ്പോഴും എന്തായിരിക്കും, നോർമൽ ആയിട്ടായിരിക്കും വരിക. That means on plotting a graph with the value of the variables in the horizontal axis and the count of the values in the vertical axis, we get a bell-shaped curve. അപ്പോൾ നമുക്ക് നോർമലി ഒരു ബെൽ ഷേപ്പ് കർവാണ് ഇങ്ങനെയുള്ള ഡാറ്റാസ് പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദ സെൻറ്റർ ഓഫ് ദ കർവ് റെപ്രസെൻറ്റ്സ് ദ മീൻ ഓഫ് ദി ഡാറ്റ സെറ്റ്. അപ്പം ഒരു ബെൽ ഷേപ്പ് കർവ് ആണല്ലോ, അപ്പോൾ ആ കർവിൻ്റെ നടുവിൽ വരുന്ന ഡാറ്റാസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, മീനാണ്. ആൻഡ് ഇൻ ദ ഗ്രാഫ് 50% ഓഫ് വാല്യൂസ് ലൈസ് ഓൺ ദി ലെഫ്റ്റ് ടു ദ മീൻ ആൻഡ് ദ അതർ 50 ലൈസ് ടു ദ റൈറ്റ് ടു ദി മീൻ. അപ്പോൾ ആ ബെൽ ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബെൽ ഷേപ്പിൻ്റെ പകുതി എവിടെയായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഒരു സൈഡിലും, ബാക്കി ഹാഫ് ഉണ്ടാവും നെക്സ്റ്റ് സൈഡിലും ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദിസ് ഇസ് റെഫേർഡ് ആസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുക, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരേപോലെയല്ലേ, നടുവിൽ മീൻ, അതിൻ്റെ പകുതി ഡാറ്റാസ് അതിൻ്റെ ലെഫ്റ്റിൽ വരുന്നു, പകുതി ഡാറ്റാസ് അതിൻ്റെ റൈറ്റിൽ വരുന്നു. സോ അങ്ങനെയുള്ള നമ്മൾ എന്ത് പറയും, ദാറ്റ് ഈസ് കോൾഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ ആർ ലാംഗ്വേജിൽ നമുക്ക് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ വരുന്നതാണ് ഡി നോം, പി നോം, ക്യൂ നോം ആൻഡ് ആർ നോം. ഇങ്ങനെ 4 ഫങ്ഷൻസ് ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസാണ്. 4 ഇങ്ങനത്തെ ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസാണ് ഉള്ളത്. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഇതിൽ പാസ് ചെയ്യുന്നത് നമുക്ക് 3 പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുന്നത് അല്ലേ. എക്സ് മീൻ എസ് ഡി അല്ലേ, ഡി നോം ആണെങ്കിൽ, പി നോം ആണെങ്കിലും എക്സ് മീൻ എസ് ഡി, ക്യൂ നോം ആണെങ്കിൽ പി മീൻ എസ് ഡി ആൻഡ് ആർ നോം ആണെങ്കിൽ എൻ മീൻ എസ് ഡി. നമുക്ക് ഓരോ നോക്കാം. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്റ്റർ ഓഫ് നമ്പേഴ്സിൻ്റെ ഇവിടെ നമുക്ക് എല്ലാത്തിലും കാണാം അല്ലേ. ഫസ്റ്റിൽ എക്സ് കാണാം, അത് എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ വെക്റ്റർ ഓഫ് നമ്പേഴ്സ്. പി റെപ്രസെൻ്റ് ചെയ്യുന്നത് വെക്റ്റർ ഓഫ് പ്രോബബിലിറ്റീസിൻ്റെ വെക്റ്ററാണ് എന്ത്, പി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, എത്ര സാമ്പിൾ ഉണ്ട്, നമ്പർ ഓഫ് സാമ്പിൾസ്, അതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ആ സാമ്പിൾ സൈസിനെയാണ് നമ്മളിവിടെ എൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വെക്റ്റർ ഓഫ് നമ്പേഴ്സ്, വെക്റ്റേഴ്സ് ആയിട്ടാണല്ലോ എല്ലാത്തിലും എടുക്കുക അല്ലേ ആർ ലാംഗ്വേജിൽ. പി എന്ന് പറയുന്നത് വെക്റ്റർ ഓഫ് പ്രോബബിലിറ്റീസ് ആൻഡ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. മീൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ മീൻ വാല്യൂ ഓഫ് ദ സാമ്പിൾ ഡാറ്റ. നമുക്ക് കിട്ടിയ സാമ്പിൾ ഡാറ്റ ഇല്ലേ, അതിൻ്റെ മീൻ വാല്യൂ ആണ് ഇവിടെയുള്ള മീൻ. ആൻഡ് ഇതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ഇസ് 0. ഓക്കെ, എസ് ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഇറ്റ്സ് ഡീഫോൾട്ട് വാല്യൂ ഇസ് ഓൾസോ 1. എസ് ഡി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക്, മാത്സ് ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുണ്ടാവും. സോ എസ് ഡി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ആൻഡ് അതിൻ്റെ ബൈ ഡീഫോൾട്ട് വാല്യൂ ഇസ് 1. ഓക്കെ, നമുക്ക് ഓരോ ഫങ്ഷൻസ് ആയിട്ട് ജസ്റ്റ് നോക്കാം. ഡി നോം എന്ന് പറയുന്നത് ദ ഫങ്ഷൻ ഗീവ്സ് ഹൈറ്റ് ഓഫ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ഈച്ച് പോയിൻറ്റ് ഫോർ എ ഗിവൺ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് ഒരു മീനും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ദ പ്രോബബിലിറ്റി അതാണ് നമുക്ക് ഡി നോം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക കേട്ടോ. അതിൻ്റെതാ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമും നമുക്ക് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈ പറയുന്നത് എന്താണ് ഡി നോം, എക്സ് കോമ മീൻ തന്നിട്ടുണ്ട് 2.5, എസ് ഡി ഈക്വൽസ് 0.5. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓരോ പ്രോഗ്രാം ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഓരോ പ്രോഗ്രാമും ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് ഇങ്ങനെയാണ് വരിക കേട്ടോ.
നെക്സ്റ്റ് വരുന്നതാണ് PNOM. PNOM എന്താ ചെയ്യുന്നത്? ദിസ് ഫംഗ്ഷൻ ഗീവ്സ് എ പ്രോബബിലിറ്റി ഓഫ് എ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം നമ്പേഴ്സ് ടു ബി ലെസ് ദാൻ ദ വാല്യൂ ഓഫ് എ ഗിവൺ നമ്പർ. ഈ ഒരു ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം നമ്പേഴ്സിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ പ്രോബബിലിറ്റിനേക്കാളും ലെസ് ആയിരിക്കും. ആൻഡ് ഇതിന് പറഞ്ഞ വേറൊരു പേരാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇതിൻ്റെ വേറെ പേരാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഈ തന്നിട്ടുള്ള വാല്യൂ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയുള്ളൊരു ഗ്രാഫായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് QNOM. ഗ്രാഫ് ഒന്നും വരയ്ക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ റഫായിട്ടൊന്ന് വരച്ചിട്ടാൽ മതി. ഇത്ര അക്യുറേറ്റ് ആയിട്ടൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഒരു വേണമെന്നില്ല. QNOM എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ടേക്സ് എ പ്രോബബിലിറ്റി വാല്യൂ ആൻഡ് ഗിവ്സ് എ നമ്പർ ഹൂസ് ക്യുമുലേറ്റീവ് വാല്യൂ മാച്ചസ് ദ പ്രോബബിലിറ്റി വാല്യൂ. ഇതിൽ നമ്മൾ പ്രോബബിലിറ്റി വാല്യൂ ആണ് എടുക്കുന്നത് അല്ലേ. സോ QNOM എന്താ ചെയ്യുന്നത്? പ്രോബബിലിറ്റി വാല്യൂ എടുത്തിട്ട് അല്ലേ ആൻഡ് ഗിവ്സ് എ നമ്പർ ഹൂസ് ക്യുമുലേറ്റീവ് വാല്യൂ എന്തായിരിക്കും? ഈ പ്രോബബിലിറ്റി വാല്യൂവിന് മാച്ച് ആയിട്ടുള്ളൊരു ക്യുമുലേറ്റീവ് വാല്യൂ ആയിരിക്കും ഇന്ന് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ പാസ് ചെയ്യുന്ന എക്സ് അല്ലെങ്കിൽ P എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ഓഫ് പ്രോബബിലിറ്റി വാല്യൂസ് അല്ലേ. ഇവിടെ നമ്മൾ എക്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കറസ്പോണ്ടിങ് കർവ്. ആൻഡ് ഫൈനലി RNOM. ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ് ടു ജനറേറ്റ് റാൻഡം നമ്പേഴ്സ് ഹൂസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോർമൽ. റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് RNOM. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള റാൻഡം നമ്പേഴ്സിൻ്റെ കേട്ടോ. ആൻഡ് ഇറ്റ് ടേക്സ് എ സാമ്പിൾ സൈസ് ആസ് ഇൻപുട്ട് ആൻഡ് ജനറേറ്റ് ദാറ്റ് മെനി റാൻഡം നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എത്രയാണ് സാമ്പിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ്, അതാണ് ഇതിൽ ഇൻപുട്ടായിട്ട് എടുക്കുക. ഓക്കെ, നമ്പർ ഓഫ് സാമ്പിൾസ് അല്ലെങ്കിൽ അതിനാണ് സാമ്പിൾ സൈസ് ഉദ്ദേശിക്കുന്നത്, അതായിരിക്കും ഇതിൻ്റെ ഇൻപുട്ടായിട്ട് എടുക്കുക. അത് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിൽ വരാവുന്ന റാൻഡം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. RNOM. അതിന് നമ്മൾ ഹിസ്റ്റോഗ്രാം ഓർമ്മ ഉണ്ടാവുമല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റേത് ഹിസ്റ്റോഗ്രാം ഫോമിലാണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്, ഡിസ്ട്രിബ്യൂഷൻസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, binomial distribution model deals with finding the probability of success of an event which has only two possible outcomes in a series of experiments. അപ്പോൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുക വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത് ആകെ 2 വാല്യൂ ആണെന്ന് വിചാരിക്കുക, either true or false അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ പറഞ്ഞൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഒന്നെങ്കിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് കോയിൻ ടോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 വാല്യൂസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് ചെയ്യുന്ന ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Okay, for example, tossing of a coin always gives a head or tail. The probability of finding exactly 3 heads in tossing a coin repeatedly for 10 times is estimated during the binomial distribution. അപ്പോൾ ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് കോയിൻ്റെ കേസ് തന്നെ എടുത്തോ. അപ്പോൾ കോയിൻ്റെ കേസിൽ നമ്മളിപ്പോൾ പറയാം നമുക്ക് ഒരു 3 പ്രാവശ്യം ടോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഹെഡ് തന്നെ കിട്ടുമോ എന്നുള്ള പ്രോബബിലിറ്റി. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മളെന്ത്, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, R has 4 inbuilt functions to generate binomial distribution. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ നോർമലിന് പോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും R ലാംഗ്വേജിൽ 4 ഫങ്ഷൻസ് ആണ് ഇൻബിൽട്ട് ആയിട്ടുള്ളത്. DBI norm, PBI norm, QBI norm ആൻഡ് RBI norm. ഇതിൽ നമുക്ക് വാല്യൂസ് ആയിട്ട് പാസ് ചെയ്യുന്നത് എക്സ്, PN, അതൊക്കെ നമുക്ക് അറിയാം വെക്ടേഴ്സ് ആണ് അല്ലേ. പിന്നെ സൈസ്, പിന്നെ പ്രോബബിലിറ്റി. ഓക്കെ, ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ ഓഫ് നമ്പേഴ്സ്, പി എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് ഓഫ് പ്രോബബിലിറ്റീസ്, എൻ ഇസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്മൾ നേരത്തെ പോലെ തന്നെ അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് അല്ലേ. അതേപോലെ അതന്നെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നാൽ സൈസ് അല്ലേ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ. പിന്നെ വേറെ സൈസ് കാണാം, ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ട്രയൽസ്, എത്ര എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൈസ്. ആൻഡ് പ്രോബബിലിറ്റി പറയുന്നത് പ്രോബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ഈച്ച് ട്രയൽ. ഓരോ ട്രയലിലും
സക്സസ് ആവാനുണ്ടാവുന്ന പ്രോബബിലിറ്റി. ഓക്കെ, ഇനി നോക്കാം DBI norm. This function gives the probability density distribution at each point. പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് ഈ ഒരു ഫങ്ഷൻ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഇതാ. ഈ ഒരു ഒറ്റ പ്രോഗ്രാം ഇതിൽ വരുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് എഴുതാൻ ഈ ഒരു പ്രോഗ്രാം എഴുതി വെച്ചാൽ മതി കേട്ടോ. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞ വെക്ടർ കൊടുത്തു, DBI norm ഇതാ. ഓക്കെ, ദെൻ പിന്നെ വേറെ ഫംഗ്ഷനാണ് PBI norm. ദിസ് ഫംഗ്ഷൻ ഗീവ്സ് എ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എൻ event. ഒരു ഇവൻറ്റിൻ്റെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റിയാണ് നമുക്ക് PBI നോമിൽ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ സിംഗിൾ വാല്യൂ റെപ്രസെൻറ്റിങ് ദ പ്രോബബിലിറ്റി. ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ QBI norm എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ടേക്സ് എ പ്രോബബിലിറ്റി വാല്യൂ ആൻഡ് ഗീവ്സ് എ നമ്പർ ഹൂസ് ക്യുമുലേറ്റീവ് വാല്യൂ മാച്ചസ് ദ പ്രോബബിലിറ്റി വാല്യൂ. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, പ്രോബബിലിറ്റി വാല്യൂ എടുത്തിട്ട് എന്താ തരുന്നത്, ഇറ്റ് റിട്ടേൺസ് എ നമ്പർ ഹൂസ് ക്യുമുലേറ്റീവ് വാല്യൂ മാച്ചസ് ദി പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റി വാല്യൂവിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ക്യുമുലേറ്റീവ് വാല്യൂ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് RBI norm ജസ്റ്റ് ഇതൊന്ന് എന്താണെന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. RBI norm എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ജനറേറ്റ്സ് റിക്വയർഡ് നമ്പർ ഓഫ് റാൻഡം വാല്യൂസ് ഓഫ് ഗിവൺ പ്രോബബിലിറ്റി ഫ്രം എ ഗിവൺ സാമ്പിൾ. നമുക്ക് ഒരു പെർട്ടിക്കുലർ കുറച്ച് നമ്പർ ഓഫ് സാമ്പിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് കുറച്ച് റാൻഡം വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, കുറച്ച് സാമ്പിൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് റാൻഡം വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് RBI norm എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ R ലാംഗ്വേജിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ടൈമിനെ ബേസ് ചെയ്തിട്ട് ഈ ഡാറ്റ അനാലിസിസിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ ഇതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ അതുപോലെ റെയിൻഫോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റെയിൻഫോളിനെ എടുത്ത് നോക്കൂ, എല്ലാ ടൈമിലും ഒരേ ടൈപ്പ് ആയിരിക്കില്ല അല്ലേ. അപ്പോൾ അതെന്താ, ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ടൈം. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഡാറ്റാസൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന് നമ്മൾ എന്ത് പറയുക, ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. ടൈം സീരീസ് ഇസ് എ സീരീസ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ഇൻ വിച്ച് ഈച്ച് ഡാറ്റ പോയിൻറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എ ടൈം സ്റ്റാമ്പ്. ടൈമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകും. എ സിമ്പിൾ എക്സാമ്പിൾ ഇസ് ദ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ടൈം ഓൺ എ ഗിവൺ ഡേ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഓരോന്നിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓരോന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് മേ വേരി അല്ലേ. രാവിലെ ഇപ്പോൾ ഒരു പ്രൈസ് ആയിരിക്കും, ഉച്ചയ്ക്ക് വേറെ പ്രൈസ്, അങ്ങനെ ഡിഫറെൻറ്റ് അല്ലേ. അതെന്ന് പറയുന്നത് ഇറ്റ് വേരീസ് അപ്പോൺ ദ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ എക്സാമ്പിൾ പറഞ്ഞത് റെയിൻഫോൾ തന്നെ. ആൻഡ് ദ എക്സാമ്പിൾ ഇസ് അമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ എ റീജിയൻ അറ്റ് ഡിഫറെൻറ്റ് മന്ത്സ് ഓഫ് ദ ഇയർ. അപ്പോൾ നമുക്ക് ജനുവരി കിട്ടുന്ന മഴയായിരിക്കില്ല ജൂലൈയിൽ കിട്ടുന്നുണ്ടാവുക അല്ലേ. ജൂലൈയിൽ കിട്ടുന്ന ആവറേജ് റെയിൻഫോൾ ആയിരിക്കില്ല നമുക്ക് ഡിസംബറിൽ. ഇറ്റ് ഓൾസോ വേരീസ് അല്ലേ. ആ ടൈമിനനുസരിച്ചിട്ട് ഈ ഡാറ്റേൻ്റെ വാല്യൂ എന്തായിരിക്കും, വേരി ചെയ്യും. Our language uses many functions to create, manipulate and plot the time series data. അപ്പോൾ ഇങ്ങനെയുള്ള ടൈം സീരീസ് ഡാറ്റേനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ പ്ലോട്ട് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ആൻഡ് ആർ ഒബ്ജക്റ്റ് കോൾഡ് ടൈം സീരീസ് ഒബ്ജക്റ്റ്. ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് ടൈം സീരീസ് ഒബ്ജക്റ്റ്. അതിൽ ആർ ലാംഗ്വേജിലുള്ളൊരു ഒബ്ജക്റ്റാണത്. ഇങ്ങനെയുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ടൈം സീരീസ് ഒബ്ജക്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആർ ഡാറ്റ ഒബ്ജക്റ്റ് ലൈക്ക് എ വെക്റ്റർ ഓർ ഡാറ്റ ഫ്രെയിം. നമ്മൾ നേരത്തെ വെക്റ്റർ കണ്ടിട്ടുണ്ട്, ഡാറ്റ ഫ്രെയിം കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെയുള്ള വേറെ ഒരു ടൈപ്പ് ഓഫ് ആർ ഒബ്ജക്റ്റ് ആണ് എന്ത്, ടൈം സീരീസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then the time series object is created by using the TSOF function. അപ്പോൾ ടൈം സീരീസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് TSOF ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് നോക്കൂ, ടൈം സീരീസ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് നെയിം ഈക്വൽസ് എന്താ വരുന്നത്, TSOF ഡാറ്റ സ്റ്റാർട്ട്
ആൻഡ് ഫ്രീക്വൻസി. ഇതാണ് അതിൻ്റെ സിൻടാക്സ് കേട്ടോ. ഈ സിൻടാക്സ് നിങ്ങൾ എഴുതിയെടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം സീരീസ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് നെയിം ഈക്വൽസ് എന്താ പറയുക, ടി എസ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ ടി എസ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്ന 4 ആർഗ്യുമെൻറ്റ്സ് ആണ് എന്ത്, ഡാറ്റ, സ്റ്റാർട്ട്, എൻഡ് ആൻഡ് ഫ്രീക്വൻസി. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ വെക്റ്റർ ഓർ മെട്രിക്സ് കണ്ടെയ്നിങ് ദ വാല്യൂസ് യൂസ്ഡ് ഇൻ ദ ടൈം സീരീസ്. നമുക്കിതിലേക്ക് വേണ്ട വാല്യൂസ് ആണ് അതിലുണ്ടാവുക. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ദ സ്റ്റാർട്ട് ടൈം ഫോർ ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. ടൈമിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അല്ലേ. സോ അതിൻ്റെ സ്റ്റാർട്ട് ടൈം, ഫസ്റ്റ് ഒബ്സർവേഷൻ തുടങ്ങേണ്ട ടൈമാണ് സ്റ്റാർട്ട് ടൈം. എൻഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, നമുക്ക് ലാസ്റ്റ് ഒബ്സർവേഷൻ്റെ ടൈം ആയിരിക്കും എൻഡ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഒബ്സർവേഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്, ഫ്രീക്വൻസി. അപ്പോൾ ഈ 4 പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ടൈം സീരീസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയണ്ടേ. റെയിൻഫോളിൻ്റെ ഇതാണ് വരുന്നത്. റെയിൻഫോൾ ഡോട്ട് ടൈം സീരീസിലേക്ക് നമ്മൾ ആദ്യം റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റെയിൻഫോളിൻ്റെ വാല്യൂ വെക്റ്റർ വാല്യൂസ് ഇതാ സ്റ്റോർ ചെയ്തിട്ട് കണ്ടോ. റെയിൻഫോൾ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ കുറച്ച് റെയിൻഫോൾ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. റെയിൻഫോൾ ഡോട്ട് ടൈം സീരീസ് എന്താ വരുന്നത്, ടി എസ് റെയിൻഫോൾ. അപ്പോൾ ഈ വെക്റ്റർ വാല്യൂസ് വരും. സ്റ്റാർട്ട് ഈക്വൽസ് എപ്പോൾ മുതലാണ്, 2012 ഫസ്റ്റ് മന്ത്. 2012 to 1. പിന്നെ ഫ്രീക്വൻസി ഈക്വൽസ് 12. കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടൈം സീരീസ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് 2012 ജാനുവരി മുതൽക്ക് ഡിസംബർ 1 മുതൽക്കല്ലേ വരുന്നത്. അപ്പം ജാനുവരി മുതൽക്ക് ഡിസംബർ വരെയുള്ളതിൻ്റെ വാല്യൂസ് ഓരോ റെയിൻഫോളിൻ്റെതാണ് കാണിക്കുക. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ചാർട്ട് ഈ ഒരു ഫോമിലായിരിക്കും വരിക. ഈ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ അത് ഈ ഒരു ഫോമാറ്റ്, നിങ്ങൾക്ക് അതറിയാമല്ലോ ചാർട്ട് വരയ്ക്കാനൊക്കെ, ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ദെൻ ഡിഫറെൻറ്റ് ടൈം ഇൻറ്റർവൽസ്. ദ വാല്യൂ ഓഫ് ദ ഫ്രീക്വൻസി പാരാമീറ്റർ ഇൻ ദ ടി എസ് ഫംഗ്ഷൻ decides the time intervals at which the data points are measured. നമുക്ക് എപ്പം മെഷർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ ഫ്രീക്വൻസിയിലാണ് കൊടുക്കുക. നേരത്തെ പറഞ്ഞല്ലോ എപ്പോഴേക്കാണ് മെഷർ ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യം മെഷർ ചെയ്യണം എന്നൊക്കെയുള്ള. A value of 12 indicates that the time series is for 12 months. അപ്പോൾ 12 എന്ന് കൊടുത്താൽ എന്താണ്, 12 മന്ത്സിലേക്കുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെയുള്ള കുറച്ച് വാല്യൂസ് പറയുകയാണെ. ഫ്രീക്വൻസി 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ മന്തും, ഒരു ഇയർ ആണെങ്കിൽ എല്ലാ മന്തും കാണണം. ഫ്രീക്വൻസി ഈക്വൽ ടു 4 പെക്സ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, ഒരു ഇയറിൽ 4 പ്രാവശ്യം കണ്ടാൽ മതി. എവറി ക്വാർട്ടർ 3 മന്ത്സ് കൂടുമ്പോൾ കണ്ടാൽ മതി അല്ലേ. ഫ്രീക്വൻസി ഈക്വൽ ടു 6 പെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡാറ്റ എവറി 10 മിനിറ്റ്സ് ഓഫ് ആൻ അവർ അങ്ങനെയാണ് വരിക. ഫ്രീക്വൻസി ഈക്വൽസ് 24 × 6 എന്ന് പറയുമ്പോൾ ദ ഡാറ്റ പോയിൻറ്റ് ഫോർ എവറി 10 മിനിറ്റ്സ് ഓഫ് എ ഡേ. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഫ്രീക്വൻസിയുടെ വാല്യൂ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്ര മതി ഇത് ടൈം സീരീസ് അനാലിസിസ്. ഓക്കെ, താങ്ക് യു.